വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. നമ്മളിന്ന് IT ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയും. കമ്പ്യൂട്ടറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്, വിവിധ ഇനം കമ്പ്യൂട്ടറുകൾ. നമ്മൾ ആദ്യം ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ 4 കാറ്റഗറിയാണ് പഠിക്കുന്നത്. ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ നമുക്ക് പ്രധാനമായിട്ടും 4ആയിട്ട് തിരിക്കാം. മിനി, മൈക്രോ, മെയിൻ ഫ്രെയിം, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടറിലോട്ട് കയറാം. ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളെ നമുക്ക് പ്രധാനമായും 4ആയി തിരിക്കാം. ഒന്നാമത്തത് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയും. രണ്ടാമത്തത് മിനി കമ്പ്യൂട്ടർ എന്ന് പറയും. മൂന്നാമത്തത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയും. നാലാമത്തത് സൂപ്പർ കമ്പ്യൂട്ടർ. ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടറിനെ നമുക്ക് പ്രധാനമായും 4ആയി തിരിക്കാം. മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ എന്നിവയെന്ന 3 കാറ്റഗറിയായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഇതിൽ ഓരോരോ കാറ്റഗറിയും എടുത്ത് പഠിക്കാനുണ്ട്. നമുക്കിവിടെ എക്സാമ്പിൾസ് ഒക്കെയാണ് കൂടുതൽ ചോദിക്കാറ്. നമുക്ക് മൈക്രോ, മിനി, മെയിൻ ഫ്രെയിം, സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം മൈക്രോ കമ്പ്യൂട്ടറിലോട്ട് നമ്മുടെ ആദ്യത്തെ കമ്പ്യൂട്ടറാണ് മൈക്രോ കമ്പ്യൂട്ടർ. മൈക്രോ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മുടെ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് എന്നിവയൊക്കെയാണ്. ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നതും ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്നത് മൈക്രോ കമ്പ്യൂട്ടറുകൾ എന്ന് അറിഞ്ഞിരിക്കുക. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നതും ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് മൈക്രോ കമ്പ്യൂട്ടർ തന്നെയാണ്. പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഏത് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് മൈക്രോ കമ്പ്യൂട്ടറുകളാണ്. മാറിപ്പോലെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നതും ലാപ്ടോപ്പ് എന്ന് പറയുന്നതും മൈക്രോ കമ്പ്യൂട്ടറുകളാണ്. പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടറുകൾ തന്നെയാണ്. വേർഡ് പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. വേർഡ് പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാലും മൈക്രോ കമ്പ്യൂട്ടർ തന്നെയാണ്. പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് മൈക്രോ കമ്പ്യൂട്ടർ. വേർഡ് പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്നതും മൈക്രോ കമ്പ്യൂട്ടർ തന്നെയാണ്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവിൻ്റെ പേര് പഠിച്ചു വെക്കുക. ഹെൻറി എഡ്വേർഡ് റോബർട്ട് എന്നാണ്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവിൻ്റെ പേര് ഹെൻറി എഡ്വേർഡ് റോബർട്ട് എന്നാണ്. ഇയാളുടെ പേര് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഈ സയൻറ്റിസ്റ്റിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. ഹെൻറി എഡ്വേർഡ് റോബർട്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നതും ലാപ്ടോപ്പ് എന്ന് പറയുന്നതും മൈക്രോ കമ്പ്യൂട്ടറുകളാണ്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചോദിച്ചാൽ ഹെൻറി എഡ്വേർഡ് റോബർട്ട് എന്ന് എഴുതുക. വേർഡ് പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാലും മൈക്രോ കമ്പ്യൂട്ടർ തന്നെയാണ്. വേർഡിലെ ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ ഓൾട്ടെയർ 8800 എന്ന് എഴുതുക. ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടറിൻ്റെ പേര് ഓൾട്ടെയർ 8800 ആണ്. ഇൻഡൽ എന്ന് പറയുന്ന കമ്പനി സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഡൽ എന്ന് പറയുന്ന കമ്പനി സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പേരാണ് ക്ലാസ്മേറ്റ്. മാറിപ്പോകല്ലേ, ക്ലാസ്മേറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കമ്പനി ഇൻഡൽ ആണ്. അപ്പം മാറിപ്പോരുത്. മൈക്രോ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിളാണ് ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും. പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആണ്. വേർഡ് പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്നതും മൈക്രോ കമ്പ്യൂട്ടർ തന്നെയാണ്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവിൻ്റെ പേര് ചോദിച്ചാൽ ഹെൻറി എഡ്വേർഡ് റോബർട്ട് എന്ന് എഴുതുക. ലോകത്തിലെ ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ ഓൾട്ടെയർ 8800 എന്ന് എഴുതുക. ഇൻഡൽ എന്ന് പറയുന്ന കമ്പനി സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ക്ലാസ്മേറ്റ് എന്ന് പറയും. അപ്പം പേഴ്സണൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് മൈക്രോ കമ്പ്യൂട്ടർ. ആദ്യത്തേത് ഓൾട്ടെയർ 8800 ആണ്. ഇൻഡൽ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ വിളിക്കുന്ന പേരാണ് ക്ലാസ്മേറ്റ്. ഇത്രയും പഠിച്ചാൽ മതി മൈക്രോ കമ്പ്യൂട്ടറിൽ. രണ്ടാമത്തെ കാറ്റഗറിയാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. മിനി കമ്പ്യൂട്ടേഴ്സിൽ അത്ര ഒരുപാട് പോയിന്റ്സ് ഒന്നും പഠിക്കാനില്ല. നമുക്ക് മിനി കമ്പ്യൂട്ടേഴ്സിലോട്ട് കയറാം. നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയാണ് മിനി കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടറിന് നമുക്ക്
മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ എന്നൊരു പേര് കൂടിയുണ്ട്. മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് മിനി കമ്പ്യൂട്ടറാണ്. മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് മിനി കമ്പ്യൂട്ടറാണ്. സാധാരണ സയൻറ്റിഫിക് കാൽക്കുലേഷനും അതുപോലെ തന്നെ ചെറിയ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് മിനി കമ്പ്യൂട്ടർ. മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് മിനി കമ്പ്യൂട്ടറാണ്. അതുപോലെ ചെറിയ ചെറിയ സയൻറ്റിഫിക് കാൽക്കുലേഷനും ചെറിയ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ തന്നെയാണ്. ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ PDP-1 എന്നെഴുതുക. ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ PDP-1 എന്നെഴുതുക. എന്നാൽ ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള കൊമേഴ്സ്യൽ മിനി കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സക്സസ്ഫുൾ മിനി കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ അത് PDP-8 ആണ്. മാറിപ്പോലെ. അപ്പോൾ ഇവിടെ PDP-1ഉം PDP-8ഉം പഠിച്ചാൽ മതി. PDP-8 എന്ന് പറയുന്നതാണ് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ മിനി കമ്പ്യൂട്ടർ എന്ന് പറയാം. അപ്പം മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് മിനി കമ്പ്യൂട്ടറാണ്. PDP-1 എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ. സക്സസ്ഫുൾ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ഫസ്റ്റ് സക്സസ്ഫുൾ കൊമേഴ്ഷ്യൽ മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് PDP-8 ആണ്. അപ്പം മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് മിനി കമ്പ്യൂട്ടർ. PDP-1 എന്ന് പറയുന്നതാണ് ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ. സക്സസ്ഫുൾ ആയിട്ടുള്ള ആദ്യത്തെ കൊമേഴ്ഷ്യൽ മിനി കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് PDP-8 എന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറിയാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറിയാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. മൂന്നാമത്തേതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. സാധാരണ റെയിൽവേ റിസർവേഷൻ സിസ്റ്റം അതുപോലെ എയർലൈൻ റിസർവേഷൻ സിസ്റ്റം IT ബാങ്കിങ് എന്നീ ഫീൽഡുകളിൽ ഉപയോഗിക്കുന്നതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ചോദിച്ചിട്ടുണ്ട് എയർലൈൻ റിസർവേഷൻ സിസ്റ്റം എന്നും ചോദിച്ചിട്ടുണ്ട്, ബാങ്കിങ് സിസ്റ്റം എന്നും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ റെയിൽവേ റിസർവേഷൻ എന്നും ചോദിച്ചിട്ടുണ്ട്. മാറിപ്പോലെ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എയർവേ റിസർവേഷൻ സിസ്റ്റത്തിലും ബാങ്കിങ് ഫീൽഡിലും റെയിൽവേ റിസർവേഷൻ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ എന്ന് പറയും. ലോകത്തിലെ ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറാണ് മാർക്ക് ഫസ്റ്റ്. ലോകത്തിലെ ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ മാർക്ക് ഫസ്റ്റ് എന്ന് എഴുതുക. ഈ മാർക്ക് ഫസ്റ്റ് എന്ന് പറയുന്ന മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് IBM. ഓക്കെ, മാറിപ്പോല്ലേ. അപ്പോൾ നമ്മുടെ എയർലൈൻ അതുപോലെ ബാങ്കിങ് റെയിൽവേ എന്നീ ഫീൽഡുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ. നമ്മുടെ ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറാണ് മാർക്ക് ഫസ്റ്റ്. IBM എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, മാറിപ്പോകല്ലേ. ഇപ്പം മെയിൻ ഫ്രെയിം യൂസ് ചെയ്യുന്നത് എയർലൈൻ റിസർവേഷനിൽ, ബാങ്കിങ് സെക്ടറിൽ, റെയിൽവേ റിസർവേഷൻ സെക്ടറിൽ. മാർക്ക് 1 അതാണ് നമ്മുടെ ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. IBM എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മുടെ ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആയിട്ടുള്ള മാർക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മുടെ അടുത്ത കാറ്റഗറിയാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ. നാലാമത്തെ ഡിജിറ്റൽ കാറ്റഗറിയിൽ വരുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ. സൂപ്പർ കമ്പ്യൂട്ടറുകൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അണുപരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം എന്നീ മേഖലകളിലാണ്. അണുപരീക്ഷണം, കാലാവസ്ഥ പ്രവചനം എന്നീ ഫീൽഡുകളിലാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവിൻ്റെ പേര് ചോദിച്ചാൽ സൈമർ ക്രേ എന്ന് എഴുതുക. സൈമർ ക്രേ എന്ന് പറയുന്ന ആളാണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചോദിച്ചാൽ സൈമർ ക്രേ എന്ന് എഴുതുക. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ വിജയ് ഫട്കർ എന്ന് എഴുതുക. വിജയ് ഫട്കർ.
കാലാവസ്ഥ, അണുപരീക്ഷണം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടറാണ്. സൈമർ ക്രേ എന്ന് പറയുന്ന വ്യക്തിയാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ചോദിച്ചാൽ വിജയ് ഫട്കർ എന്ന് എഴുതുക. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് ഫട്കർ. അപ്പം അണുപരീക്ഷണം, കാലാവസ്ഥ പ്രവചനം എന്നീ ഏരിയകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവിന്റെ പേര് സൈമർ ക്രേ എന്നാണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് ഫട്കർ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത നിർണ്ണയിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, ജിലോപ്സ് എന്ന് പറയും. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത നിർണ്ണയിക്കുന്ന യൂണിറ്റ് ആണ് ജിലോപ്സ്. ഓക്കെ, മാറിപ്പോല്ലേ. ജിലോപ്സ് എന്ന് വെച്ചാൽ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത നിർണ്ണയിക്കുന്ന യൂണിറ്റ് എന്ന് എഴുതുക. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ CDC 6000 ആണ്. 6000. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത നിർണ്ണയിക്കുന്ന യൂണിറ്റ് ആണ് ജിലോപ്സ്. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് CDC 6600. CDC 6600 എന്ന് പറയുന്നതാണ് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. നമ്മൾ അണുപരീക്ഷണത്തിനും കാലാവസ്ഥാ പ്രവചനത്തിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ് സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവിന്റെ പേര് സൈമർ ക്രേ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് ഫട്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത നിർണ്ണയിക്കുന്ന യൂണിറ്റ് ആണ് ജിലോപ്സ്. ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് CDC 6600. ഇന്ത്യയിൽ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യയിൽ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ. എൻ്റെ പേര് ക്രേ XMB14 എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ചോദിച്ചാൽ ക്രേ XMB14 എന്ന് എഴുതുക. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 8000. ഇന്ത്യയിൽ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ക്രേ XMB14 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 8000. പരത്തിന്റെ പൂർണ്ണരൂപം പാരലൽ മിഷൻ എന്നാണ്. പരത്തിന്റെ പൂർണ്ണരൂപം പാരലൽ മിഷൻ. ഒക്കെ മാറിപ്പോല്ലേ. അപ്പം ഇന്ത്യയിലെ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്തത് ക്രേ XMB14 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 8000. പാരലൽ മിഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഇന്ത്യയുടെ മറ്റ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ചോദിച്ചിട്ടുണ്ട്. പത്മ, ഏക, കാബ്രു, ബ്ലൂജീൻ. പത്മ, ഏക, കാബ്രു, ബ്ലൂജീൻ. ബ്ലൂജീൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പത്മ എന്ന് പറയുന്നതും ഏക എന്ന് പറയുന്നതും കബ്രു എന്ന് പറയുന്നതും ബ്ലൂജീൻ എന്ന് പറയുന്നതും എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഇന്ത്യ നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആണ് എന്നറിഞ്ഞിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് ക്രേ XMB14. ഇന്ത്യയുടെ ആദ്യത്തേതാണ് പരം 8000. പാരലൽ മിഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. പത്മ എന്ന് പറയുന്നതും ഏക എന്ന് പറയുന്നതും കെബ്രു എന്ന് പറയുന്നതും ബ്ലൂജീൻ എന്ന് പറയുന്നതും എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്ന് അറിഞ്ഞിരിക്കുക. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ചോദിച്ചാൽ അമേരിക്കയുടെ സബ്മിറ്റ് എന്ന് എഴുതുക. ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ. ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് സബ്മിറ്റ്. ഏത് രാജ്യത്തിൻ്റെ എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെയാണ് സബ്മിറ്റ്. മാറിപ്പോല്ലേ. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ക്രേ XMB14 ആണ്. ഇന്ത്യയുടെ ആദ്യത്തേത് പരം 8000 ആണ്. പാരലൽ മിഷൻ എന്നാണ് പരത്തിൻ്റെ പൂർണ്ണരൂപം. പത്മ എന്ന് പറയുന്നതും ഏക എന്ന് പറയുന്നതും കബ്രു എന്ന് പറയുന്നതും ബ്ലൂജീൻ എന്ന് പറയുന്നതും എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്ന് അറിഞ്ഞിരിക്കുക. ഏറ്റവും വേഗതയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് സബ്മിറ്റ്. സബ്മിറ്റ് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ചോദിച്ചാൽ അമേരിക്കക്കാടേതാണ് സബ്മിറ്റ് എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ. ഇനി നമ്മുടെ ഏറ്റവും വേഗതയുള്ളത് ഏതാണെന്ന് നോക്കാനുണ്ട്. നോക്കാം.
ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് സബ്മിറ്റ്. ഇന്ത്യയുടെ ഏറ്റവും വേഗതയുള്ളതാണ് പ്രത്യുഷ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ കാലാവസ്ഥാ പ്രവചനവുമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രത്യുഷ് ഡെവലപ്പ് ചെയ്തത്. ഇന്ത്യയുടെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് പ്രത്യുഷ് എന്ന് പറയും. സെക്കൻഡ് പ്ലേസ്, വേഗതയിൽ സെക്കൻഡ് പ്ലേസ് നിൽക്കുന്നത് പരം യുവ സെക്കൻഡ് ആണ്. പരം യുവ സെക്കൻഡ്. സീഡാക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് പരം യുവ സെക്കൻഡ് ഡെവലപ്പ് ചെയ്തത്. ഇന്ത്യയുടെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് പ്രത്യുഷ്. വേഗതയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ കമ്പ്യൂട്ടറുകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പരം യുവ സെക്കൻഡ്. സീഡാക്ക് എന്ന കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ISRO ഡെവലപ്പ് ചെയ്ത ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറാണ് സാഗ 220. അപ്പം സാഗ 220 എന്തെന്ന് ചോദിച്ചാലും സൂപ്പർ കമ്പ്യൂട്ടർ തന്നെയാണ്. പ്രത്യേകത ഇതാണ്, ISRO ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ISROയുടെ കീഴിൽ ഉണ്ടാക്കിയെടുത്തതാണ് സാഗ 220. ഇന്ത്യയുടെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് പ്രത്യുഷ്. സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്നത് പരം യുവ സെക്കൻഡ് ആണ്. സീഡാക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് പരം യുവ സെക്കൻഡ് നിർമ്മിച്ചെടുത്തത്. ISRO നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടറാണ് സാഗ 220. അപ്പം പ്രത്യുഷിൻ്റെ കാര്യം പ്രത്യേകിച്ച് പഠിച്ചു വെക്കുക. നമ്മൾ പറഞ്ഞത് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളിലെ 4 കാറ്റഗറിയാണ്. നമുക്കിനി 3 കമ്പ്യൂട്ടറുകൾ ടൈപ്പുകൾ ഏതാണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അനലോഗ് വരുന്നുണ്ട്, ഹൈബ്രിഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പോർട്ടബിൾ കമ്പ്യൂട്ടറും വരുന്നുണ്ട്. ഹൈബ്രിഡ് എന്ന് പറയുന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ കൂട്ടത്തിലുള്ളതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഏതെന്ന് നോക്കാനുണ്ട്. നമ്മളിപ്പം പഠിച്ചത് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളിലുള്ള 4 കാറ്റഗറിയാണ്. ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ വരുന്നതാണ് മിനി, അതുപോലെ മൈക്രോ, മെയിൻ ഫ്രെയിം, സൂപ്പർ. നമുക്ക് എന്താണ് അനലോഗ് എന്നും എന്താണ് ഹൈബ്രിഡ് എന്നും എന്താണ് പോർട്ടബിൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് കൂടി ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. എന്താണ് അനലോഗ് കമ്പ്യൂട്ടറുകൾ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടറിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്നൊരു കാറ്റഗറി ഉണ്ട്. ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ 4 കമ്പ്യൂട്ടറുകൾ നോക്കി. ഒന്നാമത്തേത് മൈക്രോ കമ്പ്യൂട്ടർ, രണ്ടാമത്തേത് മിനി കമ്പ്യൂട്ടർ, മൂന്നാമത്തേത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, നാലാമത്തേത് സൂപ്പർ കമ്പ്യൂട്ടർ. ഇനി ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തേതാണ് അനലോഗ് കമ്പ്യൂട്ടർ. എന്തിനാണ് സാധാരണ അനലോഗ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മർദ്ദം, താപം എന്നിവയൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് പറയുന്ന പേരാണ് അനലോഗ് കമ്പ്യൂട്ടറുകൾ. നമ്മുടെ ഡിജിറ്റൽ പോലെയല്ല, ചില സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അനലോഗ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാറ്. അപ്പം മർദ്ദം, അതുപോലെ താപം ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, വോൾട്ടത ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അനലോഗ് കമ്പ്യൂട്ടർ. നമുക്കറിയാം മർദ്ദം അളക്കുന്ന ബാരോമീറ്റർ എന്ന് പറയുന്നത് ഏത് തരം കമ്പ്യൂട്ടറിൻ്റെ കൂട്ടത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ ബാരോമീറ്റർ എന്ന് പറഞ്ഞാലും വോൾട്ട് മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് കാറ്റഗറി വരുന്ന കമ്പ്യൂട്ടറുകൾ എന്ന് ചോദിച്ചാൽ അനലോഗ് കമ്പ്യൂട്ടറുകൾ എന്ന് എഴുതുക. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ 4 എണ്ണമുണ്ട്. മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ. അടുത്തതാണ് അനലോഗ് കമ്പ്യൂട്ടർ. അളവുകളെ മാത്രം അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഈ അനലോഗ്. മർദ്ദം, വോൾട്ടേജ് അതൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന അനലോഗ് കമ്പ്യൂട്ടർ. ബാരോമീറ്റർ, വോൾട്ട് മീറ്റർ എന്നൊക്കെ പറയുന്ന ഏത് ടൈപ്പ് എന്ന് ചോദിച്ചാൽ അനലോഗ് കമ്പ്യൂട്ടർ എന്ന് എഴുതുക. മൂന്നാമത്തേതാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ഹൈബ്രിഡ് നമ്മുടെ ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടറും രണ്ടാമത്തെ അനലോഗിൻ്റെയും മിക്സാണ് നമ്മുടെ ഈ പറയുന്ന ഹൈബ്രിഡ്. അപ്പം ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെയും
അനലോഗ് കമ്പ്യൂട്ടറിനെയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് പറയുന്ന പേരാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ. ഇവിടെ ഒരു പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ലോകത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ ഹൈക്കോംബ് 250 ആണ്. ലോകത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് കമ്പ്യൂട്ടറാണ് ഹൈക്കോംബ് 250. ഡിജിറ്റലിനെയും അനലോഗും കൂടെ മിക്സ് ചെയ്ത് വരുന്ന കാറ്റഗറിയാണ് ഹൈബ്രിഡ്. രണ്ടിനെയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ. ഹൈക്കോം 250 എന്ന് പറയുന്നതാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ. നമ്മുടെ നാലാമത്തെ കാറ്റഗറിയാണ് പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ്. പോർട്ടബിൾ നമ്മുടെ നോട്ട്ബുക്ക്, പാം കമ്പ്യൂട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് നോട്ട്ബുക്കൊക്കെ ഏത് കാറ്റഗറി വരുന്നു എന്ന് ചോദിച്ചാൽ പോർട്ടബിൾ കമ്പ്യൂട്ടറിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. നോട്ട്ബുക്ക് ഒക്കെ വരുന്നത് ഏത് കാറ്റഗറി എന്ന് ചോദിച്ചാൽ പോർട്ടബിൾ കമ്പ്യൂട്ടർ എന്നെഴുതുക. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ ഓസ്ബോൺ ഫസ്റ്റ് എന്നെഴുതുക. മാറിപ്പോലെ ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടറാണ് ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഓസ്ബോൺ ഫസ്റ്റ്. മാറിപ്പോലെ ഇപ്പോൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ചോദിച്ചാൽ ഡിജിറ്റലിനെയും അനലോഗിനെയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ് ഹൈബ്രിഡ്. അതിന് എക്സാമ്പിളാണ് ഹൈക്കോം 250. പോർട്ടബിൾ കമ്പ്യൂട്ടറാണ് നോട്ട്ബുക്ക് പോലത്തെ കമ്പ്യൂട്ടറുകൾ. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടറാണ് ഓസ്ബോൺ ഫസ്റ്റ് എന്ന് പറയും. ഇത്രയാണ് നമുക്ക് വരുന്ന ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ വരുന്നത്. അപ്പം ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ അവിടെ വരുന്നത് മൈക്രോ, മിനി, മെയിൻ ഫ്രെയിം, സൂപ്പർ കമ്പ്യൂട്ടർ. രണ്ടാമത്തത് അനലോഗ് കമ്പ്യൂട്ടർ, നമ്മുടെ അളവുകളെ മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ് അനലോഗ് കമ്പ്യൂട്ടറുകൾ. മൂന്നാമത്തേത് ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ, ഡിജിറ്റലും അനലോഗും മിക്സ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. അതിന് എക്സാമ്പിളാണ് ഹൈക്കോം 250. നോട്ട്ബുക്ക് പോലത്തെ കമ്പ്യൂട്ടറുകൾ വരുന്നത് പോർട്ടബിൾ കമ്പ്യൂട്ടറിൻ്റെ കൂട്ടത്താണ്, നാലാമത്തെ കാറ്റഗറിയിലാണ്. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ചോദിച്ചാൽ ഓസ്ബോൺ ഫസ്റ്റ് എന്നെഴുതുക. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടറാണ് ഓസ്ബോൺ ഫസ്റ്റ്. ഒരു പോയിന്റൂടെ പഠിച്ചു വയ്ക്കുക. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൽപ്പന ചൗളയുടെ ബഹുമാനാർത്ഥം അമേരിക്ക നാമകരണം ചെയ്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടർ കൂടിയുണ്ട്, KC എന്ന് പറയും. അപ്പോൾ KC എന്തെന്ന് ചോദിച്ചാൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. കൽപ്പന ചൗളയ്ക്കുള്ള ബഹുമാനാർത്ഥം അമേരിക്ക നാമകരണം ചെയ്യപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടറാണ് നമ്മുടെ ഈ പറയുന്ന KC. ഇതാണ് നമുക്ക് പഠിക്കേണ്ട ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നമുക്കിവിടെ കുറച്ച് ഫാദേഴ്സിൻ്റെ പേര് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വയ്ക്കുക. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫാദേഴ്സിൻ്റെ പേര് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഫാദറിൻ്റെ പേര് ഇപ്പോഴും ഉറപ്പായിട്ട് കിട്ടും. ഒരു 10-15 ഫാദേഴ്സ് ഉണ്ട്, അവരുടെ പേര് നന്നായിട്ട് അങ്ങ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഫാദേഴ്സ് ആരാണെന്ന് നോക്കാം. മൊബൈൽ ഫോണിൻ്റെ പിതാവിൻ്റെ പേര് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മൊബൈൽ ഫോണിൻ്റെ പിതാവിൻ്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ മാർട്ടിൻ കൂപ്പർ എന്നെഴുതണം. മാർട്ടിൻ കൂപ്പർ എന്നാണ് ആളിൻ്റെ പേര്. മൊബൈൽ ഫോണിൻ്റെ പിതാവിൻ്റെ പേര് മാർട്ടിൻ കൂപ്പർ എന്നാണ്. മൊബൈൽ ഫോണിൻ്റെ പിതാവിൻ്റെ പേര് മാർട്ടിൻ കൂപ്പർ എന്നാണ്. വീഡിയോ ഗെയിമിൻ്റെ പിതാവിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. വീഡിയോ ഗെയിമിൻ്റെ പിതാവിൻ്റെ പേര് ചോദിച്ചാൽ റാൾഫ് ബിയർ എന്നെഴുതുക. റാൾഫ് ബിയർ എന്നാണ് വീഡിയോ ഗെയിമിൻ്റെ പിതാവിൻ്റെ പേര്. റാൾഫ് ബിയർ എന്നാണ് വീഡിയോ ഗെയിമിൻ്റെ പിതാവിൻ്റെ പേര്. മൊബൈൽ ഫോണിൻ്റെ പിതാവിൻ്റെ പേര് മാർട്ടിൻ കൂപ്പർ എന്നാണ്. വീഡിയോ ഗെയിമിൻ്റെ പിതാവിൻ്റെ പേര് റാൾഫ് ബിയർ എന്നാണ്. സിക്സ്ത് സെൻസിൻ്റെ പിതാവ് ചോദിച്ചിട്ടുണ്ട്. സിക്സ്ത് സെൻസിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ പ്രണവ് മിസ്ട്രി എന്നെഴുതുക. സിക്സ്ത് സെൻസിൻ്റെ പിതാവിൻ്റെ പേര് ചോദിച്ചാൽ പ്രണവ് മിസ്ട്രി എന്നെഴുതുക. സിക്സ്ത് സെൻസിൻ്റെ പിതാവിൻ്റെ പേര് ചോദിച്ചാൽ പ്രണവ് മിസ്ട്രി എന്നെഴുതുക. മൊബൈൽ ഫോൺ മാർട്ടിൻ കൂപ്പർ, വീഡിയോ ഗെയിം റാൾഫ് ബിയർ, സിക്സ്ത് സെൻസിൻ്റെ പിതാവിൻ്റെ പേര് പ്രണവ് മിസ്ട്രി എന്നെഴുതുക. ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിൽ രാജീവ് ഗാന്ധി എന്നെഴുതുക. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവിൻ്റെ പേര്
രാജീവ് ഗാന്ധി എന്നാണ്. മാറിപ്പോലെ മൊബൈൽ ഫോൺ മാർട്ടിൻ കൂപ്പർ, വീഡിയോ ഗെയിം റാൽഫ് പിയർ, സിക്സ്ത് സെൻസ് പ്രണവ് മിസ്ട്രി, ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണെങ്കിൽ രാജീവ് ഗാന്ധി എന്നെഴുതുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവിൻ്റെ പേര് ജോൺ മെക്കാർത്തെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവിൻ്റെ പേര് ജോൺ മക്കാർത്തെ എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവിൻ്റെ പേര് ജോൺ മക്കാർത്തെ. മൊബൈൽ ഫോൺ മാർട്ടിൻ കൂപ്പർ, വീഡിയോ ഗെയിം റാൽഫ് ബിയർ, സിക്സ്ത് സെൻസ് പ്രണവ് മിസ്ട്രി, ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി രാജീവ് ഗാന്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജോൺ മെക്കാർത്തെ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി കുറച്ച് ഫാദേഴ്സ് ഉണ്ട്. ജിമെയിലിൻ്റെ പിതാവ് നമുക്കറിയാം. ജിമെയിലിൻ്റെ പിതാവ് പോൾ ബുഷിറ്റ് ആണ്. പോൾ ബുഷിറ്റ് എന്ന് പറയുന്ന ആളാണ് ജിമെയിലിൻ്റെ പിതാവ്. ജിമെയിലിൻ്റെ പിതാവിൻ്റെ പേര് പോൾ ബുഷിറ്റ് ആണ്. എന്നാൽ ഇമെയിലിൻ്റെ പിതാവ് ചോദിക്കാറുണ്ട്. റേ ടോമിൽസൺ എന്ന് എഴുതുക. ഇമെയിലിൻ്റെ പിതാവിൻ്റെ പേര് റേ ടോമിൽസൺ എന്നാണ്. മാറിപ്പോലെ ജിമെയിൽ പോൾ ബുഷിറ്റ്, ഇമെയിൽ റേ ടോമിൽസൺ. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ചോദിച്ചാൽ വിൻഡൻ സെർഫ് എന്ന് എഴുതുക. വിൻഡൻ സെർഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ചോദിച്ചാൽ വിൻഡൻ സെർഫ് എന്ന് എഴുതുക. ജിമെയിൽ പോൾ ബുഷിറ്റ്, ഇമെയിൽ റേ ടോമിൽസൺ, ഇൻ്റർനെറ്റ് വിൻഡൻ സെർഫ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ചോദിച്ചാൽ അലൻ ട്യൂറിംഗ് എന്ന് എഴുതുക. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ചോദിച്ചാൽ അലൻ ട്യൂറിംഗ് എന്നാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിംഗ് എന്നാണ്. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് അറിയാം. ചാൾസ് ബാവേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ്. ചാൾസ് ബാവേജ്. വേറെ പോയിന്റ് പറയാനുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ പിതാവിൻ്റെ പേര് ചാൾസ് ബാബേജ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാലും അലൻ ട്യൂറിംഗ് തന്നെയാണ്. മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാലും അലൻ ട്യൂറിംഗ് തന്നെയാണ്. മാറിപ്പോലെ ജിമെയിൽ പോൾ ബുഷിറ്റ്, ഇമെയിൽ റേ ടോമിൽസൺ, ഇൻ്റർനെറ്റ് വിൻസൻ സെർഫ്, കമ്പ്യൂട്ടർ സയൻസ് അലൻ ട്യൂറിംഗ്, കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്, മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും അലൻ ട്യൂറിംഗ് തന്നെയാണ്. കുറച്ച് ഫാദേഴ്സിൻ്റെ പേരൂടെ ഉണ്ട്, പഠിക്കണം. നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് ചോദിച്ചപ്പോൾ നമ്മൾ രാജീവ് ഗാന്ധി എഴുതി. എന്നാൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് ചോദിച്ചാൽ ക്ലൗഡ് ഷാനോൺ എന്ന് എഴുതണം. ക്ലൗഡ് ഷാനോൺ. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് ചോദിച്ചാൽ ക്ലൗഡ് ഷാനോൺ എന്ന് എഴുതുക. ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് ചോദിച്ചാൽ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് ചോദിച്ചാൽ ഹെർമൻ ഹലോറിത്ത് എന്ന് എഴുതുക. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവിൻ്റെ പേര് ക്ലൗഡ് ഷാനോൺ എന്നാണ്. ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ പിതാവ് ഹെർമൻ ഹലോറിത്ത് ആണ്. ഓക്കെ, മാറിപ്പോലെ ഇൻഫർമേഷൻ ടെക്നോളജി ക്ലൗഡ് ഷാൻ, ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ പിതാവ് ഹെർമൻ ഹലോറിത്ത്. ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് ചോദിച്ചാൽ റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന് എഴുതുക. ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് റിച്ചാർഡ് സ്റ്റാൾമാൻ. ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് ചോദിച്ചാൽ റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന് എഴുതുക. സിയുടെ പിതാവ് നമുക്കറിയാം. സിയുടെ പിതാവ് ജെയിംസ് ടി റസൽ. സിയുടെ പിതാവ് ചോദിച്ചാൽ ജെയിംസ് ടി റസൽ എന്ന് എഴുതുക. ഇൻഫർമേഷൻ ടെക്നോളജി ക്ലൗഡ് ഷാനോൺ, ഡേറ്റ പ്രോസസ്സിംഗ് ഹെർമൻ ഹലോറിത്ത്, ഫ്രീ സോഫ്റ്റ്വെയർ റിച്ചാർഡ് സ്റ്റാൾമാൻ, സിയുടെ പിതാവ് ജെയിംസ് ടി റസൽ. നമുക്കറിയാം WWWൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും HTMLൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും ടിം ബെർണേഴ്സ്ലി ആണ്. ടിം ബെർണേഴ്സ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. മാറിപ്പോരുത്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവിൻ്റെ പേര് ക്ലൗഡ് ഷാനോൺ,
ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ പിതാവിൻ്റെ പേര് ഹെർമൻ ഹൊലോറിത്ത്, ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ പിതാവിൻ്റെ പേര് റിച്ചാർഡ് സ്റ്റാൾമാൻ, സി ഡിയുടെ പിതാവിൻ്റെ പേര് ജെയിംസ് ടി റസൽ, WWW എന്ന് ചോദിച്ചാലും HTML എന്ന് ചോദിച്ചാലും ടിം ബേണേഴ്സ്-ലീ എന്ന് എഴുതി വെക്കുക. ഇത്തിരി സയൻറ്റിസ്റ്റുകൾ മസ്റ്റായിട്ട് പഠിച്ചിട്ടേ പരീക്ഷയെ കയറാളൂ. ഇതിന് പുറമെ നമ്മൾ പല ചാപ്റ്ററിലായിട്ട് കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേര് കൂടി IT പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേരുകൾ കൂടി പഠിച്ചു വെക്കുക. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ കൂടി ഫാദർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെക്കുക.